ഹായ്, നമുക്കിന്ന് സെൽഫ് ലവിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാം. സെൽഫ് ലവ് മീൻസ് ലവിങ് യുവർ സെൽഫ്. നമ്മളെ തന്നെ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക. സെൽഫ് ലവ് എന്ന് പറയുന്ന കാര്യം എപ്പോഴും നല്ല പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമൊന്നും ആയിരിക്കത്തില്ല. ചില സമയത്ത് നമ്മുടെ വിങ്ങുന്ന ഹൃദയത്തിനോട് നോ എന്ന് പറയേണ്ടി വരും. അതും സെൽഫ് ലവ് ആണ്. അത് ഡിഫിക്കൽട്ടാണ് പറയാൻ, കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും നമ്മൾ പറഞ്ഞിരിക്കണം. ദാറ്റ് സെൽഫ് ലവ്. നമ്മളെക്കുറിച്ച് ഓർത്ത് എന്നും അഭിമാനിക്കണം എന്നൊന്നുമില്ല, അതല്ല സെൽഫ് ലവ്. പക്ഷേ ചില സമയങ്ങളിൽ, ചില ദിവസങ്ങളിൽ ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോയാൽ മാത്രം പോരാ, സർവൈവ് ചെയ്യുക, അതിനെ ഓവർകം ചെയ്യുക. അതും സെൽഫ് ലവ് ആണ്. മറ്റുള്ളവരെല്ലാവരും നമ്മളെ മനസ്സിലാക്കുക എന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. ഓരോരുത്തരും ഓരോ സാഹചര്യങ്ങളിൽ വളർന്നു വന്നതും അതുപോലെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാരൻസിൽ ജനിച്ചവരുമാണ്. അതുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള യുണീക്ക് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് എല്ലാവരും നമ്മൾ മനസ്സിലാക്കണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഒന്നും നമ്മൾ മനസ്സിലാകത്തില്ല. ഞാൻ പറഞ്ഞു തന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും മനസ്സിലാക്കൊന്നും വേണ്ട. നമ്മൾ പീസ്ഫുള്ളായിട്ടിരിക്കുക. നമുക്ക് നമ്മളെക്കുറിച്ച് ഓർത്ത് സമാധാനം ഉണ്ടായിരിക്കണം. നമുക്ക് നമ്മൾ മനസ്സിലായാൽ മതി. മറ്റുള്ളവർ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരെ നമ്മുടെ ഭാഗം ബോധിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരാളെ സ്നേഹിക്കുകയാണെന്ന് വെച്ചോ, എന്നാൽ പോലും അയാൾ നിങ്ങളെ ഹേർട്ട് ചെയ്താൽ അവരെ കളഞ്ഞിട്ട് പോകണം. അതാണ് സെൽഫ് ലവ്. അതൊരിക്കലും സെൽഫിഷ്നെസ് അല്ല, അതൊരിക്കലും സ്വാർത്ഥതയല്ല, അത് സർവൈവലാണ്. Letting go of people who hurt you, even if you still love them. That's self-love. നമ്മുടെ മൈൻഡിൽ നമ്മുടെ അടുത്ത് തന്നെ സംസാരിക്കുക. അതാണ് സെൽഫ് ലവിൻ്റെ പ്യുവറസ്റ്റ് ഫോം. നമ്മുടെ ലൈഫിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ തോട്ട്സ് വെച്ചിട്ടാണ്. നമ്മുടെ ചിന്തകൾ എന്താണോ അതിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ നമ്മുടെ തോട്ട്സിന് ഒരു ജെൻറ്റിലായിട്ടുള്ളൊരു സ്ഥലം, ഒരു ജെൻറ്റിൽ പ്ലേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. വിശക്കുമ്പോൾ കഴിക്കുക, ടയേർഡാകുമ്പോൾ ഉറങ്ങുക, സങ്കടം വരുമ്പോൾ പൊട്ടിക്കരയുക. ഇതൊക്കെയാണ് സെൽഫ് ലവ്. വേറെ ഒന്നും നിങ്ങൾ ഏൺ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ആരുടെയും ഒരു പ്രശംസയും പിടിച്ചു പറ്റേണ്ട ഒരു ആവശ്യവുമില്ല. നമുക്കെന്താണോ ശരി അത് ചെയ്യുക. നമ്മൾ സോഫ്റ്റ്നെസ് ഒന്നും ഏൺ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം ചിന്തിക്കുക എന്ന് വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ മുന്നേ നിൽക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന. ശത്രുവാണെന്ന് നമുക്കറിയാം. അവരുടെ മൂവ്മെൻറ്റ് എങ്ങനെ ആയിരിക്കും എന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫ്രണ്ട്സ്, ഫാമിലി, ക്ലോസ് വൺസ്, അവരെങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക എന്ന് നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബി ആൻ ഓപ്പൺ ബുക്ക്. ഒരിക്കലും തുറന്ന പുസ്തകം ആവരുത്. അങ്ങനെ തുറന്ന പുസ്തകമായ നമ്മുടെ പേജസ് മറ്റുള്ളവർ വലിച്ചു കീറിക്കൊണ്ട് പോകാൻ നോക്കും, അത് കത്തിക്കാൻ നോക്കും, അത് നശിപ്പിക്കാൻ നോക്കും. നമ്മുടെ സന്തോഷത്തിൻ്റെ കീ നമ്മുടെ കയ്യിലായിരിക്കണം, മറ്റുള്ളവരുടെ കയ്യിലല്ല. സീക്രട്ടായിട്ട് തന്നെ നമ്മൾ സൂക്ഷിക്കുക. നമുക്ക് വേറൊരാളുടെ ഒരു ആവശ്യമില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമുക്ക് നമ്മൾ മതി. നമ്മുടെ സീക്രട്ട് അത് നമ്മളൊരു ബുക്കിൽ എഴുതി വെച്ചാൽ ഡയറി ആൻ ഫ്രാങ്ക് പോലെ എത്ര വർഷം കഴിഞ്ഞാലും എവിടെന്നെങ്കിലുമൊക്കെ ആളുകൾ കണ്ടുപിടിച്ച് വായിക്കും. സോ ബുക്സ് നമ്മുടെ സീക്രട്സ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇനി നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പറയുകയാണെന്ന് വെച്ചോ, അത് ഒരു കാതിൽ നിന്ന് മറ്റൊരു കാതിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. സോ ദേ സ്പീക്ക് ഔട്ട് അവർ സീക്രട്സ്. അതുപോലെ മറ്റുള്ളവരുടെ സീക്രട്ട് മീൻസ് സീക്രട്ട്. അത് നമ്മൾ ഓവറായിട്ട് കേൾക്കാൻ പോവാതിരിക്കുക. ഇന്ന് അവർ നമ്മുടെ അടുത്ത് പറയും, നാളെ അവർ മറ്റൊരാളുടെ അടുത്ത് പറയും. എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് ഈ സീക്രട്ട് ആരെങ്കിലും അറിഞ്ഞാൽ അവർ നമ്മളെ പഴിചാരും. സോ ബെറ്റർ നോട്ട് ടു ലിസൺ ടു അതേഴ്സ് secrets. Self-love sometimes looks like deleting a chat and not explaining why. Self-love എന്ന് പറയുമ്പോൾ ചില സമയത്ത് ചാറ്റ് ഡിലീറ്റ് ചെയ്യാം, പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ആ ചാറ്റ് ഡിലീറ്റ് ചെയ്തു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുക. അതാണ് സെൽഫ് ലവ്.
നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല നമ്മുടെ സൈലൻസിൻ്റെയോ നമ്മുടെ സ്റ്റോറിയുടെയോ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ. നമ്മൾ ആരെടുത്തും ചെയ്യുന്നില്ല, നമ്മൾ ആരെടുത്തും കടപ്പെട്ടിരിക്കുന്നില്ല നമ്മുടെ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ. സ്വയം ഇഷ്ടപ്പെടുക, സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സെൽഫി എടുത്തുകൊണ്ടിരിക്കുക അതല്ല. സംടൈംസ് ഇറ്റ്സ് ഹോൾഡിങ് യുവർ ഓൺ ഹാൻഡ് ഇൻ ദ ഡാർക്ക് ആൻഡ് വിസ്പറിങ് യു ആർ ഗോയിങ് ടു ബി ഓക്കെ, ഐ പ്രോമിസ്. ഡാർക്ക്നെസ്സിലും സ്വന്തം കൈ പിടിച്ച് പയ്യെ മെല്ലെ പറയുക, യു ആർ ഗോയിങ് ടു ബി ഓക്കെ, നിങ്ങൾ ഓക്കെ ആവാൻ പോവുകയാണ്, ഐ പ്രോമിസ്. ദിസ് ഈസ് സെൽഫ് ലവ്. യു ആർ നോട്ട് ഹാർഡ് ടു ലവ്. നിങ്ങളെ ഇഷ്ടപ്പെടേണ്ട ആൾക്കാരുടെ ചുറ്റുമല്ല നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഐ മീൻ, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ ലവ് ഹോൾഡ് ചെയ്യാൻ അറിയില്ല. ആ റൈറ്റ് പേഴ്സൺസ് എല്ലാം നിങ്ങളുടെ ചുറ്റുമുണ്ട്, അത് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ എന്ന് മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി ചുരുങ്ങുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നു, ആ ഡേ നിങ്ങൾ നിങ്ങളുടെ റിയൽ യു, നിങ്ങളെ തന്നെ മനസ്സിലാക്കും. യഥാർത്ഥ നിങ്ങൾ എന്താണോ അത് നിങ്ങൾ മനസ്സിലാക്കും. ദ ഡേ യു സ്റ്റോപ്പ് shrinking yourself to make others comfortable, that day you finally meet the real you. So കരയാൻ തോന്നിയാൽ കരയുക. അത് എത്ര പാതിരാത്രിയാണെങ്കിൽ പോലും കരയുക. ബട്ട് നെക്സ്റ്റ് ഡേ നിങ്ങൾ ഹാപ്പി ആയിട്ട് എണീക്കുക. സെൽഫ് ലവ് മീൻസ് മീ ടൈം കൊടുക്കുക. അത് മാത്രമല്ല, നിങ്ങൾ സ്റ്റേ ചെയ്യണമെന്ന് കെഞ്ചി പറയുന്ന ആൾക്കാരെ അവരിൽ നിന്ന് അകന്നു പോവുക. അതാണ് സെൽഫ് ലവ്. ചിലപ്പോൾ സെൽഫ് ലവ് സോഫ്റ്റോ ക്യൂട്ടോ ഒന്നും ആവില്ല. അത് ചിലപ്പോൾ റൂഡായിട്ട് മറ്റുള്ളവർക്ക് തോന്നാം. മറ്റുള്ളവർ നമ്മളെ കേൾക്കണമെന്ന് കെഞ്ചി അപേക്ഷിച്ച് പറയുന്നതിനേക്കാൾ സൈലൻ്റായിട്ടിരിക്കുക. അതായത് ചാറ്റ്സ് ഡിലീറ്റ് ചെയ്യുക, നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്യുക, എന്നിട്ട് ആ ഹെവി ഹാർട്ടോടുകൂടി കിടന്നുറങ്ങുക. പക്ഷേ നിങ്ങളുടെ മൈൻഡ് ലൈറ്ററായിരിക്കണം. ചില ദിവസം സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ സെൽഫ് കെയറും അതിൽ വരും. ഇറ്റ് മീൻസ് കോംബിങ് യുവർ ഹെയർ. ചില ദിവസം സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും. കുറച്ച് നേരം കൂടെ ബെഡിൽ കിടക്കുക. ദാറ്റ് ഈസ് ഓൾസോ സെൽഫ് ലവ്. ആൻഡ് മോസ്റ്റ് ഓഫ് ഓൾ സെൽഫ് ലവ് ഇസ് ഫോർഗിവിങ് യുവർ സെൽഫ്. നിങ്ങൾക്ക് തന്നെ മാപ്പ് കൊടുക്കുക, നിങ്ങളോട് തന്നെ ക്ഷമിക്കുക. ദാറ്റ് ഇസ് സെൽഫ് ലവ്. എന്തിനാണെന്നറിയോ? ഫോർ ട്രസ്റ്റിംഗ് ടു മച്ച്. മറ്റുള്ളവരെ അമിതമായിട്ട് വിശ്വസിച്ചതിന്. ഫോർ ബ്രേക്ക് ഡൗൺ ആവുന്നതിന്, മറ്റുള്ളവർക്ക് മുന്നിൽ ബ്രേക്ക് ഡൗൺ ആവാൻ നിന്ന് കൊടുക്കുന്നതിന്. ഫോർ ഹീലിംഗ് സ്ലോലി, ഹീലിങ്ങിന് കുറച്ച് ടൈം എടുക്കുന്നതിന്. ഫോർ നോട്ട് ബീങ് പെർഫെക്റ്റ് അല്ലാത്തതിന്. ബട്ട് റിയൽ ആവുന്നതിന്. ഈ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഫോർഗിവ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ഫോർഗിവ് ചെയ്യുക. ദാറ്റ് ഈസ് സെൽഫ് ലവ്. You don't have to bloom every day. Just stop watering your roots. This is also love. Even if the world doesn't clap for it, even if no one sees it, you do, and that's enough. നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം നിങ്ങൾക്ക് വേണ്ടി ക്ലാപ്പ് അടിക്കില്ല. ആരും നിങ്ങളെ കാണില്ല. ബട്ട് യു ഷുഡ്. നിങ്ങൾ കാണണം. നിങ്ങൾക്ക് വേണ്ടി ക്ലാപ്പ് അടിക്കണം. അത് മതി. സോ ലവ് യുവർ സെൽഫ്, എംബ്രേസ് യുവർ സെൽഫ്. എന്ത് വിഷമം വന്നാലും നമുക്ക് വേണ്ടി മറ്റൊരാൾ നമ്മളെ ആശ്വസിപ്പിക്കാൻ ഒരു ഹഗ് തരാൻ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ലോങ്ങിങ് ഫോർ ദാറ്റ്, ബെഗിങ് ഫോർ ദാറ്റ്, എംബ്രേസ് യുവർ സെൽഫ്. സ്വയം ഒന്ന് ഹഗ് ചെയ്ത് നോക്കുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കുക. എന്നിട്ട് മുന്നോട്ട് പോവുക. ബൈ. Love you.